അതിൽ കൃത്യമായി തന്നെ ഈ സമയത്ത്, അതായത് CI വിനോദ് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഇന്നയാളായിരുന്നു എന്ന് ഈ സ്ത്രീ കൃത്യമായി പറയുന്നുണ്ട്. അവരുടെ മകനും അവിടെ ഉണ്ടായിരുന്നു. ഈ താത്തയുടെ, ഈ പീഡനത്തിന് ഇരയായ വീട്ടമ്മയുടെ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. 2 കുട്ടികളും മറ്റൊരു സ്ത്രീയും അവിടെ ഉള്ളപ്പോഴാണ് CI വിനോദ് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു വന്നത്. പരാതിയെക്കുറിച്ച് വീടിന്റെ തിണ്ണയിലിരുന്ന് സംസാരിച്ചു. അതിനുശേഷമാണ് ഇവരെ ബലം പ്രയോഗിച്ച് തന്നെയാണ് അകത്തേക്ക് കൊണ്ടുപോയത് എന്നതാണ് ഇപ്പോൾ സുഹൃത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഇവരുടെ ഇഷ്ടപ്രകാരം ഇവരെ, അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടെ ഇവരെ കൊണ്ടുപോയുള്ള ഒരു ലൈംഗിക ബന്ധമൊന്നും നടന്നുവെന്ന വാദമൊന്നും നിലനിൽക്കില്ല. കാരണം ബലാത്സംഗമാണ് നടന്നത് എന്നത് അവർക്ക് നിവൃത്തിയില്ലാതെ അതിന് വഴങ്ങേണ്ടി വന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന സംഭാഷണമാണ് തങ്ങൾക്കിടയിൽ നടന്നതെന്നാണ് ഇപ്പോൾ ഈ സ്ത്രീയുടെ സുഹൃത്ത് വ്യക്തമാക്കുന്നത്. ഇനി അന്വേഷണ സംഘമാണ് ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത്. ഈ സംഭവത്തിന്, ഈ വീട്ടിൽ കയറിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ബലാത്സംഗത്തിന് ഒരു ദൃക്സാക്ഷിയുണ്ട്. ആ ദൃക്സാക്ഷി ഇത് എവിടെയും പറയാൻ തയ്യാറാണ്. അവരുടെ ഐഡന്റിറ്റി ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ അവർ ഈ സംഭവം നടക്കുമ്പോൾ, ഈ പരാതിയിൽ പറയുന്ന സംഭവം നടക്കുമ്പോൾ CI വിനോദ് ഈ സ്ത്രീയുടെ താത്തയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നയാളാണ്. ഇവർ 2 പേരും ഉള്ളപ്പോഴാണ് രാത്രിയിൽ ഈ പരാതി അന്വേഷിക്കാനെന്ന വ്യാജേന CI വിനോദ് അവിടേക്ക് കടന്നു വരുന്നത്. ഒരു അവകാശ തർക്ക കേസ് അന്വേഷിക്കാൻ രാത്രിയിലാണോ ഒരു വീട്ടിൽ കയറി വരേണ്ടത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ആ വീട്ടിൽ കയറിയിരുന്ന് പരാതിയെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. വഴങ്ങി തന്നാൽ ഇത് ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിച്ച് അവരെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ ഈ സ്ത്രീ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പരാതിയിൽ നമ്മൾ ആ പരാതി വ്യാജമാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതുവരെ ആ പരാതി നിലനിൽക്കും എന്നുള്ളതാണ് ഏത് പരാതിയുടെ കാര്യത്തിലും നമ്മൾ എടുക്കേണ്ട നിയമപരമായിട്ടുള്ള രീതി. ഒരു ഇര, ഒരു അതിജീവിത വന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കേട്ടത്. വിശദമായി തന്നെ തനിക്ക് നേരിട്ട ക്രൂരത എത്രമാത്രം വലുതാണെന്നവർ വിവരിക്കുന്നുണ്ട്. ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നമ്മൾ വെക്കുകയാണ്. ഇക്കാര്യത്തിൽ ആ പരാതിക്കാരിയായ സ്ത്രീക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാർ ചെയ്യേണ്ടത്. അപ്പുറത്ത് നിൽക്കുന്ന തെറ്റ് ചെയ്ത ആൾ അത് എത്ര പ്രബലനായാലും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണത്തിലൂടെ സത്യം എന്താണെന്നുള്ളത് ബോധ്യപ്പെടട്ടെ. ഈ സ്ത്രീ നൽകിയ പരാതി, അല്ലെങ്കിൽ ഈ സ്ത്രീ പറയുന്ന രീതിയിൽ ബലാത്സംഗം നടന്നില്ല എന്നുള്ളത് പ്രാരംഭഘട്ടത്തിൽ തന്നെ വിധിക്കുന്നത് എന്തിനാണ്? അങ്ങനെയുള്ള ഒരു മുൻവിധിയോടുകൂടിയാണ് അന്വേഷണം നടന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഡിവൈഎസ്പി VV ബെന്നി പലയിടങ്ങളിലായി ഇപ്പോൾ നടത്തുന്ന വിശദീകരണങ്ങൾ. ഇക്കാര്യത്തിൽ സുജിത് ദാസ് IPSനെയും ഡിവൈഎസ്പി VV ബെന്നിയെയും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ പ്രതികരണം എന്താണ് എന്നതുകൂടി ഇതിൽ അറിയേണ്ടതുണ്ടല്ലോ. ഇക്കാര്യത്തിൽ പരാതിക്കാരി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് റിപ്പോർട്ടറിലൂടെയാണ്. അവർ മുഖ്യമന്ത്രിക്കും DGPക്കും ബന്ധപ്പെട്ട പോലീസ് സംവിധാനങ്ങൾക്കെല്ലാം ഈ പരാതി ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 2 മണിക്കൂർ പിന്നിടുന്നു അവർ പരാതി നൽകിയിട്ട്. ആ പരാതിയിൽ തനിക്ക് നേരിട്ട ദുരനുഭവം അത് ലൈംഗികാതിക്രമം തന്നെയാണ് എന്നവർ പരാതിയിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട പീഡനത്തെക്കുറിച്ചുള്ള അതിൽ 2 എണ്ണം ബലാത്സംഗമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലേക്ക് സർക്കാർ എത്തുമോ എന്നതാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ സ്ത്രീയുടെ പരാതി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ പരാതിയുടെ വിശദാംശങ്ങളും റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. SP മറ്റൊരു സുഹൃത്തിന് മുന്നിൽ കാഴ്ചവെക്കാനും ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. 2 തവണ തന്നെ ബലാത്സംഗം ചെയ്തു എന്നവർ കൃത്യമായി ഈ പരാതിയിൽ പറയുന്നുണ്ട്. CI വിനോദ് ഈ സ്ത്രീയുടെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തതിന് ദൃക്സാക്ഷിയുമുണ്ട്. മറ്റ് സംഭവങ്ങൾ നടന്നത് വീടിന് പുറത്താണ്, SP-യുടെ വീട്ടിൽ വെച്ചാണ് എന്നാണ് ഈ സ്ത്രീയുടെ പരാതിയിൽ പറയുന്നത്. മറ്റൊരു വീട്ടിൽ വെച്ചാണ് 2ാമത്തെ തവണ ബലാത്സംഗം ചെയ്തത് എന്നും ഈ സ്ത്രീ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിൽ കൊണ്ടുപോയി എന്നുള്ളത് വ്യക്തമാകുന്നു. CI വിനോദ് ഇവരുടെ വീട്ടിലെത്തി എന്നുള്ളതിന് ഒരു ദൃക്സാക്ഷി തന്നെ വന്ന് താൻ അവിടെ ഉണ്ടായിരുന്നു, താനാണ് വാതിൽ തുറന്നു കൊടുത്തത്, അത് അന്ന് CI ആയിരുന്ന വിനോദാണ് എന്നുള്ളതും അവർ സ്ഥിരീകരിക്കുകയാണ്. ഇനി ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നതേയുള്ളൂ. അപ്പോൾ ഈ വീട്ടമ്മയുടെ പരാതിയിൽ എന്താണ് സംഭവിച്ചത് എന്നതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. 2022 അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയെ, താത്ത എന്നാണ് അവരെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്കും അങ്ങനെ തന്നെ വിളിക്കാം. അപ്പോൾ താത്തയ്ക്ക് സംഭവിച്ചത് എന്താണ്? താത്ത ഒരു പരാതി കൊണ്ടുപോയി കൊടുത്തു. ആ പരാതി തീർപ്പായില്ല എന്ന് മാത്രമല്ല, പരാതി അന്വേഷിക്കാനെന്ന വ്യാജേന അവരുടെ വീട്ടിലെത്തി ഈ പരാതി നിങ്ങൾക്ക് തീർപ്പാക്കി തരാം, നിങ്ങൾ എനിക്ക് വഴങ്ങണമെന്ന് പറഞ്ഞ് അവരെ ലൈംഗികാതിക്രമത്തിന് വിധേയയാക്കുന്നു. അതിനുശേഷം തനിക്ക് സംഭവിച്ച ദുരനുഭവം, നാണക്കേട് മൂലം അവർ മറ്റാരോടും പറയുന്നില്ല. ഈ സുഹൃത്തിനറിയാം. അപ്പോൾ അവരതിന് പരാതി നൽകാൻ തീരുമാനിക്കുന്നു. ഡിവൈഎസ്പിയുടെ അടുത്ത് പരാതി കൊടുക്കുന്നു. ആ പരാതി എടുത്ത ഡിവൈഎസ്പി ഇത് ഒതുക്കി തീർക്കാനാണ് നോക്കുന്നത്, CIയെ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. പരാതിക്കാരിക്കൊപ്പം നിൽക്കുക, ഇരയ്ക്കൊപ്പം നിൽക്കുക എന്ന സാമാന്യ നീതി അവിടെ
ഉൾപ്പെടെ ലംഘിക്കപ്പെടുകയാണ്. അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ നീതി നഷ്ടമാക്കുന്നത്. അതിനുശേഷം പറയുന്നു ഇതൊരു വ്യാജ കേസാണ് എന്ന്. അവിടെ അന്വേഷണം നടന്നത് എവിടെയാണ്? FIR ഇട്ടത് എവിടെയാണ്? ആരൊക്കെയാണ് അന്വേഷിച്ചത്? അങ്ങനെയുള്ള ഒരു വിശദാംശങ്ങളും ഇതുവരെയും ലഭ്യമല്ല. അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് DYSP VV ബെന്നിയാണ്. അദ്ദേഹം അന്വേഷിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. SP ക്ക് കൊടുത്ത പരാതിയിൽ അവകാശ തർക്ക കേസുമായി പോയപ്പോഴുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനേക്കാൾ വലിയ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വരുന്നു. SP ഓഫീസിൽ ഈ പരാതിയുമായി പോകുന്ന സ്ത്രീക്ക് അവരെ ഒരു വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു. അതിനുശേഷം അവരുമായുള്ള ബന്ധം അത് തുടരുന്നു. അതിനുശേഷം അവരെ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തതിനു ശേഷം മറ്റൊരാൾക്ക് കൂടി നിങ്ങൾ വഴങ്ങണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു. 500 രൂപയും കൊടുക്കുന്നു. ഇത്രയുമാണ് ആ സ്ത്രീയുടെ പരാതിയിൽ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ പരാതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും DGPയുടെയും മുന്നിലുള്ളത്. വീട്ടമ്മയുടെ പരാതി ഒതുക്കി തീർത്തത് DYSP VV ബെന്നിയാണ് എന്നത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. വീട്ടമ്മയുടെ പരാതി അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് DYSP VV ബെന്നിയെയാണ്. FIR ഇടാതെ ബെന്നി പരാതി മുക്കി. അന്വേഷിക്കാനെന്ന പേരിൽ വീട്ടമ്മയുടെ വീട്ടിലെത്തി അതിക്രമം കാണിച്ചു. ബെന്നിയുടെ പെൺ സുഹൃത്ത് തന്നെ സമീപിച്ചുവെന്നാണ് വീട്ടമ്മ പറയുന്നത്. CI വിനോദിനെതിരായ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും വീട്ടമ്മ വെളിപ്പെടുത്തുന്നു.